ഇത് നടന്നത് തൃശ്ശൂർ കേച്ചേരിയിലാണ്. ഇവിടെ റോഡ് പണി നടക്കുകയാണ്. ആ റോഡ് പണി നടക്കുന്ന സമയത്ത് രോഗിയുമായ ആംബുലൻസ് വന്നപ്പോൾ ആ തടസ്സം വെച്ചിരുന്ന അവയെല്ലാം മാറ്റിക്കൊണ്ട് ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്പെഷ്യൽ പോലീസ് ഓഫീസർ SPO എന്ന് പറയുന്ന മീന ചേച്ചിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടാണ് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചു പോകും അത് അവരുടെ ജോലിയല്ലേന്ന്. പക്ഷേ ആ ദൃശ്യം കണ്ടാൽ തന്നെ മനസ്സിലാകും അത് ജോലിക്കപ്പുറമുള്ള ഒരു ആത്മാർത്ഥത, അതുപോലെ തന്നെ ആ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വ്യഗ്രത അവരിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മീന ചേച്ചി, നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടാണ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. പെട്ടെന്നാണ് ആക്ട് ചെയ്യുന്നത്. കയ്യിലുണ്ടായിരുന്ന കുടയൊക്കെ വലിച്ചെറിഞ്ഞ് എന്താ അങ്ങനെ ഒരു പെട്ടെന്ന് അവിടെ വെക്കാൻ നോക്കിയിട്ട് ഇരിക്കണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ പോട്ടെന്ന് വിചാരിച്ചു. നമ്മൾ ഇത് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. നമുക്ക് ആ നേരത്തെ ആംബുലൻസിനെ കടത്തി വിടണം അങ്ങനെ ഒറ്റ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഉള്ളിൽ എടുക്കുന്നത് ആരാ നമുക്കറിയില്ല. ഒരു ചെറിയ കുട്ടി ഹാർട്ട് പേഷ്യന്റിനെ കൊണ്ടുവരുന്നായിരുന്നു. പിന്നെ പറഞ്ഞു ആരെന്നെ ആയാലും നമുക്ക് അയാൾ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കണം. അത്രയ്ക്കുള്ളൂ. ഒരു ജീവന്റെ വില അത്ര വലുതല്ലേ. ജോലിയാണ്, ശരിയാണ്. പക്ഷെ ജോലിക്ക് അപ്പുറത്തേക്കുള്ള ഒരു ആത്മാർത്ഥത ആ വീഡിയോകൾ മുഴുവനായിട്ട് കാണാൻ സാധിച്ചു. അത് ഞങ്ങൾ ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷന്റെ കീഴിലുള്ള SPOs ഞങ്ങൾക്ക് അവിടുത്തെ ശക്തമായ ട്രെയിനിങ് എന്ന് വെച്ചാൽ ട്രെയിനിങ് CI സാറ് അജയൻ സാറ് ഞങ്ങൾക്ക് ശക്തമായ ട്രെയിനിങ് ആണ്. അയാൾ പറഞ്ഞ ഓരോ വാക്ക് ഞങ്ങൾ അതേപോലെ അനുസരിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെറിയ ജോലി ചെയ്യായാലും ആത്മാർത്ഥത്തോട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളപ്പോൾ അതുപോലെ ചെയ്യും. നമുക്ക് പൈസ മേടിക്കാനുള്ള ഒരു പണിയായിട്ട് നിങ്ങൾ കാണരുത്. നമ്മൾ ജനങ്ങൾക്ക് ഒരു സേവനമായിട്ട് മാത്രം കണ്ടിട്ട് നിങ്ങൾ ഈ ജോലി ചെയ്യണം. അതേപോലെ ഞാൻ അതേപോലെ നമുക്ക് ഇത്ര പൈസ കിട്ടണം, അല്ലെങ്കിൽ കൂടുതൽ കിട്ടിയാലും കുറച്ച് കിട്ടിയാലും വിഷയമില്ല. ഞാൻ ചെയ്യുന്ന പണി എന്തായാലും ഞാൻ ആത്മാർത്ഥയിൽ ചെയ്യും. പിന്നെ ഈ ആ മാറ്റി വെച്ച ഒരു കോൺക്രീറ്റ് ബാർ എന്ന് പറയുന്നത് അത്ര ചെറിയതല്ല, നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. അത് എന്ന് വെച്ചാലേ ഞാൻ കൺസ്ട്രക്ഷൻ വർക്കിന് പോയിരുന്നത് 16 കിലോന്റെ ചാക്കി വെച്ചിട്ട് കോൺക്രീറ്റ് ഒക്കെ പൊട്ടിന് കയ്യത്. അപ്പൊ അത് നമുക്ക് ആ നേരത്തെ അല്ലെങ്കിൽ ഒരു ആപത്ത് വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജി വരില്ലേ. അത്രയുള്ള അതല്ല. അതിലും വലുതായാലും ഞാൻ ആ നേരത്തെ നീക്കാനാ. ആ സമയത്ത് എൻ്റെ മനസ്സ് അത്രയ്ക്ക് ഇതായിട്ട് നിൽക്കുന്നത്. ആ ആംബുലൻസ് പോയപ്പോൾ എനിക്ക് സങ്കടം വന്നത്, കരച്ചില വന്നത്. എനിക്കൊണ്ട് അത് വിടാൻ പറ്റിയില്ലേ. അങ്ങനെ ഒരു കരച്ചില എൻ്റെ മനസ്സിൽ വന്നത്. ഞങ്ങളിൽ 7 ലേഡി ഉണ്ട് ഇതുവരെ ഉണ്ടായിരുന്നത്. അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് മീന ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ ഇവിടെ 2 ടേണായിട്ട് ഒരുമിച്ച് എടുക്കുകയാണ്. കുടുംബത്തിലെ ഒരു പ്രശ്നം അത് വേറെ. അപ്പോൾ ഇതിന്ന് എന്തെങ്കിലും തുച്ഛമായ ഒരു പൈസ കിട്ടുകയാണെങ്കിൽ ആ കുടുംബം ആ കുട്ടികളും ചേച്ചിയും ജീവിക്കാമല്ലോ. അതിൻ്റെ പേരിൽ ഒരാളും തയ്യാറായിട്ട് നിൽക്കില്ല. ഇവിടെ അത്രയും വെയിലത്തും പൊടി തിന്നും വണ്ടിക്കാരെ എന്തെല്ലാം കേൾക്കാൻ പറ്റുന്നു അതൊക്കെ കേട്ടിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ അത്രയും കൂടി നിൽക്കാനൊരു ധൈര്യം കാണിക്കുന്ന ഒരു അവരെ ഞങ്ങൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അവരെ നിർത്തിയുള്ളത്. മുഖ്യമന്ത്രി വരെ വഴിതിരിഞ്ഞ് പോയതാണ് ഈ വഴി പോകാതിരിക്കുന്നതിന് വേണ്ടി. ആ റോഡിൽ എപ്പോഴും ഗതാഗതക്കുരുക്കാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ്. ആ ഒരു ഇടത്താണ് മീന ചേച്ചിയുടെ ഈ ഒരു പ്രവൃത്തി എല്ലാവരുടെയും മനസ്സ് കവർന്നത്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇനി എത്ര നാൾ ഇത് ചെയ്യാൻ കഴിയുമോ അത്ര നാളും വളരെ ആത്മാർത്ഥമായി ഇത് ചെയ്യുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. മീന ചേച്ചി പറയുന്നതിൽ തന്നെയുണ്ട് അല്ലേ. ഇപ്പോൾ സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്നൊക്കെ നമ്മൾ പേര് ആ തസ്തികയ്ക്ക് പറയെങ്കിലും അവർക്ക് ആവിധ പരിഗണനകളൊന്നും ഇല്ല. ഈ നട്ടപ്പൊരി വെയിലത്ത് നിന്ന് ആ ജോലി ചെയ്യണം. പക്ഷേ മീന ചേച്ചി പറയുന്നുണ്ട് എത്ര ചെറിയ ജോലിയാണെങ്കിലും എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് ആത്മാർത്ഥതയോടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നു. പിന്നെ കോൺക്രീറ്റ് പൊട്ടിക്കണ കൈയാണ്, അതുകൊണ്ട് അത് പറ്റുമെന്ന് പറഞ്ഞ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പോൾ ലിഷോയ് പറയും. ലിഷോയ്, എന്തായാലും ചേച്ചിയുടെ വാക്കുകളിലുണ്ട് അവരനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു തീവ്രത, അതിൻ്റെ വേദന. ആംബുലൻസ് കടത്തിവിട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷത്തിൻ്റെയും കൂടെ കണ്ണീരാണല്ലോ. എന്താണ് ചേച്ചി കൂടുതലായി പറഞ്ഞത്? ആളുകൾ അവരെക്കുറിച്ച് എന്തൊക്കെ പറയും? ഗുരുതരാവസ്ഥയിലെ ഒരു കുഞ്ഞിനെയും കൊണ്ട് തൃശ്ശൂർ അമല ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ കേച്ചേരിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ ആംബുലൻസിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യമെന്ന് പറയുമ്പോൾ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുക എത്രത്തോളം ഒരു നിസ്വാർത്ഥമായാണ് അവർ അവിടെ ആ കാര്യമൊക്കെ തന്നെ ചെയ്യുന്നതെന്ന്. മീന എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് അത് ചെയ്തത്. ഇത് ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. ഈ ഹോം ഗാർഡിനെയൊക്കെ പോലെ തന്നെ ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ അവർ എത്രത്തോളം ആത്മാർത്ഥമായാണ് ഈ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ആ
കോൺക്രീറ്റ് ബീമൊക്കെ എടുത്ത് ഒരു കോൺക്രീറ്റിൻ്റെ ഒരു കഷ്ണമൊക്കെ എടുത്ത് പൊക്കി അവിടെ മാറ്റുന്നുണ്ട്. അത് ഞാൻ ആ സ്പോട്ടിൽ പോയപ്പോൾ അത് നോക്കി, വളരെ ഒരു വെയിറ്റുള്ള ഒരു കോൺക്രീറ്റ് ആണ്. അത്തരത്തിൽ അതൊക്കെ എടുത്ത് നിമിഷ നേരം കൊണ്ടാണ് മാറ്റി വെക്കുന്നത്. അത് കാരണം മറ്റൊന്നുമല്ല, ഉള്ളിലൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് അടിയന്തരമായി ചികിത്സ ആവശ്യമാണ്. ഈ ട്രാഫിക് ബ്ലോക്കിൽ അത്ര പെട്ടെന്നൊന്നും എത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആംബുലൻസിന് വഴിയൊരുക്കണം. ആ ഒരു മനസ്സാണ് തന്നെ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മീന എന്ന് പറയുന്ന ആ പോലീസ്, അതായത് ആ സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്തായാലും വ്യക്തമാക്കിയത്. എന്തായാലും വളരെയേറെ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു സഹജീവിയോടുള്ള ഒരു സ്നേഹം, അത് എത്രത്തോളം ഒരു കരുതലാണ് മറ്റുള്ളവരോട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. പലർക്കും തോന്നിയിട്ടുണ്ടാകും ഇതൊരു ജോലിയല്ലേ എന്നുള്ളത്. പക്ഷേ ആ ജോലിക്കപ്പുറം അങ്ങനെ ആ സമയത്ത് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടാകണം. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആംബുലൻസിന് സാധാരണ എല്ലാ വാഹനങ്ങളും പോകുന്ന ഒരു വഴിയിലൂടെ അവിടെ കുറച്ചുകൂടി വാഹനങ്ങളെയൊക്കെ ഒതുക്കി സമയമെടുത്ത് അവരുടെ ജോലിയാണെങ്കിലും അവരത് അത്രത്തോളം ആത്മാർത്ഥയോടെ ചെയ്യുന്നു. നമുക്കറിയാം, ഭാരതത്തിന് മുമ്പിൽ കടന്ന് ബഹളമുണ്ടാക്കി ആംബുലൻസിനെ കടത്തിവിടാത്ത ആളുകളുള്ള നാട് കൂടിയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുമായി ഒരിക്കലെങ്കിലും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് അതിവേഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരു ആംബുലൻസ് കണ്ടാൽ നമ്മൾ ഹൃദയത്തിൽ തൊട്ട് പറയും, ദൈവമേ ആ വാഹനത്തിലുള്ള ആളെ രക്ഷപ്പെടുത്തിക്കൊള്ളണമെന്ന് നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ മീന ചേച്ചി അതിൻ്റെ ഗൗരവം അല്ലേ, മനുഷ്യൻ്റെ വേദനയും ഒക്കെ തിരിച്ചറിഞ്ഞ് അവർ ആ പ്രവൃത്തി ചെയ്തു. അവർക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. കാഠിന്യമുള്ള ജോലിയാണ്. അവർക്ക് കൂടുതൽ സന്തോഷകരമായ ജീവിതാനുഭവങ്ങൾ കൂടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. ശരി ലിഷോയ്, കാണാം.